ഹായ്, എല്ലാവരും സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവലിൽ നമ്മുടെ ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. അപ്പം എല്ലാവർക്കും ഏകദേശം ഒരു ധാരണയുണ്ടാകും, ഒരു 138 140 മാർക്കിലുള്ളവർക്കായിരിക്കാം നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്. അതിലുള്ളവർക്കൊക്കെ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും നെക്സ്റ്റ് ലെവലിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ്, എങ്ങനെയാണ് ഇന്റർവ്യൂ പരിശീലിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഇന്റർവ്യൂവിന് ബേസിക്കലി, അതായത് നമ്മൾ ഇത്രയും നാളും കണ്ടിട്ടില്ലാത്തതാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടിയുണ്ടാകും, എങ്ങനെയാണ്, നേരത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഇത് എങ്ങനെയാണ് എന്നുള്ളത്. ഈ അടുത്തിടെ ഇതേ ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയവും CC ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിൻ്റെ ഒരു പാറ്റേൺ തന്നെയായിരിക്കും സെക്രട്ടറി അസിസ്റ്റന്റിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാറ്റേൺ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പേപ്പർ 2-ലുള്ള പോർഷൻസിൻ്റെ അതിനെ കറണ്ട് അഫയേഴ്സ് മോഡലിലേക്ക് നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്യണം. അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഇന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്, അതോടൊപ്പം തന്നെ കേരള എക്കണോമി, കേരള റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമി, കേരള ഗവേണൻസ്, ഗവേണൻസിൻ്റെ പുതിയ പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയും നിങ്ങൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതിൻ്റെ ഒരു കറണ്ട് അഫയേഴ്സ് മോഡലിലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുന്ന രീതിയിലേക്ക് കണ്ടന്റിനെ പ്രിപ്പയർ ചെയ്യുക. അതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതികൾ പഠിക്കുമ്പം പണ്ട് നമ്മൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ റീസെൻ്റ്ലി അഴിമതി തടയാൻ വേണ്ടി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് പുതിയ പുതിയ അമെൻമെൻറ്റ്സ്, പിന്നെ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. ആ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ, ഇതൊക്കെയും ചോദിക്കാൻ സാധിക്കും. ഇനിയും ഒപ്പീനിയനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നമ്മുടെ അഭിപ്രായ രൂപീകരണം. അത് ഏതൊരു വാർത്തയാണെങ്കിലും പത്രവാർത്തകൾ വായിക്കുമ്പം കഴിഞ്ഞ ദിവസം വന്ന ആദില നൂറ വിഷയത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ കാലിക പ്രസക്തമായ വിധികൾ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ, നിങ്ങളുടെ ഒരു അഭിപ്രായ രൂപീകരണം. അതായത് ഏതൊരു വാർത്തയിലും അതിലൊരു ചരിത്രമുണ്ടെങ്കിൽ അത് പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക. ആ രീതിയിൽ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലെ പത്രവാർത്തകളെ കാണുക. ബാക്കിലേക്കുള്ള, അതായത് ഈ പത്രവാർത്തയുടെ ബാക്ക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഈ ഒരു 4 പേപ്പറിൽ നിന്ന് തന്നെയായിരിക്കും ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. ഏറ്റവും നന്നായിട്ട് തന്നെ കോൺഫിഡൻസോട് കൂടി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. എങ്ങനെയാണ് ബയോഡേറ്റ ഫില്ല് ചെയ്യുന്നത്, നമ്മുടെ ഹോബീസ് എങ്ങനെ എഴുതാൻ പറ്റും, നമ്മളെപ്പറ്റി എങ്ങനെ പറയാൻ പറ്റും, നിങ്ങളുടെ നാട് പഠിക്കണം, നാടിൻ്റെ അടുത്തുള്ള പ്രഗത്ഭരായ വ്യക്തികളെ പഠിക്കണം, നിങ്ങളുടെ ഹോബി വ്യക്തമായി പറയാൻ സാധിക്കണം. അങ്ങനെ A to Z കാര്യങ്ങൾ നിങ്ങളെപ്പറ്റിയും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം ഓരോ സെക്ഷനായിട്ടാണ് ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാൻ ഉദ്ദേശിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് സെക്ഷൻസ് വേറെ, കോൺസ്റ്റിറ്റ്യൂഷൻ വേറെ, ഗവേണൻസ് വേറെ, അതോടൊപ്പം തന്നെ കേരള എക്കണോമി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കേരള എക്കണോമി. പിന്നീട് സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ പദങ്ങൾ, അതിൻ്റെ ഉദ്യോഗത്തിൻ്റെ ജോലികളെ പറ്റിയുള്ള നിർവചനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സെഷൻസ് ഒക്കെ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ബയോഡേറ്റ, ഫിസിക്കലി നിങ്ങളെ ഒരു ഇൻ്റർവ്യൂസിന് ഞങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കും. അതായത് നിങ്ങൾ ഹോളിൽ കയറുന്നത് മുതൽ നിങ്ങൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന മോക്ക് ഇൻ്റർവ്യൂസ് വരെ CC നിങ്ങൾക്ക് വേണ്ടി നടത്തി തരുന്നുണ്ട്. അപ്പം അതും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഇനിയും തുടർന്നുള്ള വീഡിയോസിലൊക്കെ ഞങ്ങൾ ഓരോ വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കഷൻ തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ചർച്ചകളിലും അതോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ താല്പര്യമുള്ളവർ ഞങ്ങളൊരു ഓപ്പൺ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. അതിൽ നമുക്ക് കുറേയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊക്കെയുള്ള എല്ലാവരും കൂടെ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ എഫക്റ്റീവ് ആയിരിക്കും അത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഒരു ഓപ്പൺ കമ്മ്യൂണിറ്റി പറയുന്നു. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ 1-to-1 സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ എൻ്റയർ ബോഡി ലാംഗ്വേജും ഒക്കെ കറക്റ്റ് ചെയ്യുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. ഒരുപാട് കുട്ടികളാണ് അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്കിൻ്റെ ലിസ്റ്റിൽ CCയിൽ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് പ്രയോജനകരമാകും. ബാച്ചുകളിലേക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇനി നിങ്ങളുടെ ടോപ്പിക് സജഷൻസ് വരട്ടെ, നമുക്ക് അതിനെ ബേസ് ചെയ്ത വീഡിയോസുമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.